Hi, this is Paathoos kitchen. Christmas ആണല്ലോ. Christmas special ആയിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു plum cake ആണ്. ഇത് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സോ നമുക്ക് plum cakeലേക്ക് പോവാം. ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസിൽ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. അടുത്തതായി നമുക്ക് കാരമൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് 1/2 കപ്പ് വൈറ്റ് ഷുഗറും 1/2 കപ്പ് ബ്രൗൺ ഷുഗറും ഒരു കട്ടിയുള്ള പാത്രത്തിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. ഇനി പഞ്ചസാര നല്ല ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ 1 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് പതുക്കെ ഒഴിക്കുക. നമ്മൾ കാരമലിലേക്ക് വെള്ളം ഒഴിക്കുമ്പം വളരെ ശ്രദ്ധിച്ചു വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇതൊരു ഏകദേശം 1 മണിക്കൂർ തണുക്കാൻ വെക്കണം. ഇനി നമ്മൾ സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പൂ, ജാതിക്കനത്തോട് എന്നിവ പൊടിച്ചെടുക്കുമ്പോൾ അത് ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടാവും. നേരത്തെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത നട്ട്സിനെ ഡ്രെയിൻ ചെയ്ത് അതിനെ ഒരു 3 ടീസ്പൂൺ മൈദയിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട്, പൗഡേർഡ് സ്പൈസസ്, ഇപ്പോൾ നമ്മൾ പൗഡർ ചെയ്ത സ്പൈസസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അടുത്തതായി 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിലേക്ക് 4 മുട്ടയും കൂടി അടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് നമ്മളിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ കുറേശ്ശെ ഇട്ട് ഇതിലേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്കിന് ഇങ്ങനെ ബാറ്റർ ഫോൾഡ് ചെയ്യുമ്പം വളരെ സ്ലോലി ഇത് ഫോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി പോവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ച കാരമലും ഓറഞ്ച് ജ്യൂസും സൺഫ്ലവർ ഓയിലും ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ പ്ലം കേക്കിൻ്റെ കളർ ഡിസൈഡ് ചെയ്യുന്നത് ഈ കാരമലിൻ്റെ കളർ അനുസരിച്ചിട്ടാണ്. ഇൻ കേസ് നമുക്ക് കളറ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇപ്പം ഇതിനകത്ത് ഞാൻ കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടില്ല. ലാസ്റ്റായിട്ട് നമ്മൾ മൈദ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ ഒരു 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു ബട്ടർ പേപ്പർ കോട്ട് ചെയ്ത കേക്ക് ട്രേയിലേക്ക് ഈ ബാറ്റർ മാറ്റാം. നമുക്ക് ഈ എയർ ബബിൾസ് കളയാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഈ ബാറ്ററിന്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരെ ഓവനിലേക്ക് ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 45 മിനിറ്റ്സ് കഴിഞ്ഞ് കേക്ക് കുക്കായോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ കേക്ക് കുക്കായി എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.